നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കുത്തിയിരിപ്പ് മഹാമഹങ്ങ് നടത്തി. റെയിൽവേ സ്റ്റേഷൻ പൂട്ടിക്കും, RPF വളഞ്ഞിട്ടും ഞാൻ ഇവിടെ തന്നെ ഇരിക്കും എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി അങ്ങനെ ഒരു നീക്കം നടത്തുകയുണ്ടായി. മുഖ്യമന്ത്രി ഇത്രയും നേരം റെയിൽവേ സ്റ്റേഷനിൽ ഇരുത്തിയതിന് റെയിൽവേ സ്റ്റേഷൻ പൂട്ടിക്കാനുള്ള നടപടികൾ ആലോചിക്കുകയാണ് എന്ന ട്രോളുകളും ഉയരുകയാണ്. ഉദ്ഘാടന ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം തിരുവനന്തപുരത്തേക്ക് മടങ്ങാൻ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലും ട്രെയിനിലുമായി എറണാകുളത്ത് മുഖ്യമന്ത്രി കാത്തിരുന്നത് അരമണിക്കൂറിലധികം. വാട്ടർ മെട്രോ ബോട്ട് ജെട്ടികളുടെ ഉദ്ഘാടന ചടങ്ങിലും പോലീസിന്റെ സൈബർ സുരക്ഷാ സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലും പങ്കെടുത്ത ശേഷം ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസിലാണ് അദ്ദേഹം തലസ്ഥാനത്തേക്ക് മടങ്ങിയത്. വൈകിട്ട് 4:46 മുഖ്യമന്ത്രി എറണാകുളം നോർത്ത് സ്റ്റേഷനിലെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയത്. ട്രെയിൻ അപ്പോൾ ഇടപ്പള്ളി സ്റ്റേഷൻ വിട്ടിരുന്നതേയുള്ളൂ. 3 മിനിറ്റ് വൈകി 4:53 ട്രെയിൻ എത്തുന്നതുവരെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ചെറിയ പ്രവേശന കവാടത്തിന് സമീപം മുഖ്യമന്ത്രി കസേരയിട്ട് ഇരിപ്പങ്ങ് ഉറപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറി S സതീശൻ ഒപ്പമുണ്ടായിരുന്നു. കേരള എക്സ്പ്രസിന് സ്റ്റേഷനിൽ 5 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളതെങ്കിലും 23 മിനിറ്റ് കഴിഞ്ഞ് 5:16 മാത്രമാണ് ഇന്നലെ പുറപ്പെട്ടത്. ലഗേജ് കം ബ്രേക്ക് വാനിൽ നിന്ന് ചരക്കിറക്കാനും കയറ്റാനും 15 മിനിറ്റ് വേണ്ടി വന്നു. ഇതിനിടെ ബാംഗ്ലൂരു എറണാകുളം ഇന്റർസിറ്റി മുഖ്യ ലൈനിലൂടെ കടന്നുപോയതിനെ തുടർന്ന് സിഗ്നൽ ക്ലിയറൻസും സമയമെടുത്തു. കൊച്ചി സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ P. രാജ്കുമാർ, എറണാകുളം റെയിൽവേ DYSP ജോർജ് ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ട്രെയിൻ സ്റ്റേഷൻ വിടുന്നതുവരെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ കുത്തിയിരിപ്പാണ് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നത്. അതായത് ട്രെയിൻ വൈകിയതിന്റെ ഒരു ദേഷ്യമൊക്കെ തന്നെ മുഖത്ത് അദ്ദേഹത്തിന് കാണാനും കഴിയുന്നുണ്ട്. എന്നാൽ പൊട്ടിത്തെറിക്കാനും കഴിയില്ല, കാരണം മാധ്യമങ്ങൾ ചുറ്റുമുണ്ട്. ഇനി പൊട്ടിത്തെറിച്ചാൽ ആ ട്രോളും കൂടി ഏൽക്കാനുള്ള ശക്തി ഏതായാലും മുഖ്യമന്ത്രിയുടെ നിലവിലെ അവസ്ഥയ്ക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ക്ഷമ പരീക്ഷിക്കുന്നത് പോലെ തന്നെ ക്ഷമ കെട്ട് അവിടെ ഇരിക്കുന്നതാണ് കാണുന്നത്. സ്റ്റേഷന് പുറത്തിറങ്ങിയാൽ അത് മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ട്രെയിൻ വന്ന് അകത്ത് കയറിയപ്പോഴാകട്ടെ അവിടെയും ഇരുന്നു അരമണിക്കൂറോളം. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ ഒരു പെട്ട അവസ്ഥയായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നത്. എന്തായാലും ഈ യാത്ര, തിരുവനന്തപുരത്തേക്കുള്ള യാത്ര മുടങ്ങിയെങ്കിലും ഗൾഫിലേക്കുള്ള യാത്രയുടെ വഴി ഒരുങ്ങുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഈ മാസം 14 മുതൽ ഡിസംബർ 1 വരെ നടക്കുമെന്ന് വ്യക്തം. വിദേശ യാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെങ്കിലും വിവിധ രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ് എന്നത് മറ്റൊരു വാസ്തവം. ബഹ്റൈൻ, ഒമാൻ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് അനുമതി ആയെങ്കിലും സൗദി യാത്രയുടെ കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. 14 രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ബഹ്റൈനിലേക്ക് എത്തും. 16 വൈകിട്ട് 5 പ്രവാസി മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കും. ബഹ്റൈനിൽ നിന്നും റോഡ് മാർഗം സൗദിയിലേക്ക് പോകാനുള്ള പദ്ധതിയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയെ ആശ്രയിച്ചിരിക്കും യാത്ര. ദമാം, ജിദ്ദ, റിയാദ് എന്നിവിടങ്ങളിലാണ് പരിപാടികൾ തീരുമാനിച്ചിട്ടുള്ളത്. 19 കൊച്ചിയിലേക്ക് തിരിക്കും. സൗദി സന്ദർശനത്തിന് അനുമതി ലഭിച്ചില്ലെങ്കിൽ 16 തന്നെ ബഹ്റൈനിൽ നിന്നും മടങ്ങുന്നതിനുള്ള പ്ലാൻ ബിയും ഒരുക്കിയിട്ടുണ്ട്. വീണ്ടും 22 രാത്രി തിരുവനന്തപുരത്ത് നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്ക് പോകും. 24 അവിടെ പൊതുപരിപാടിയിൽ പങ്കെടുക്കും. 25 സലാഹിലെ സമ്മേളനത്തിൽ കൂടി പങ്കെടുത്ത ശേഷം 26 കൊച്ചിയിലേക്ക് തിരിക്കും. 28 രാത്രി കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് എത്തുന്ന മുഖ്യമന്ത്രി 30 വൈകുന്നേരം 5 പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. 30 രാത്രി തിരുവനന്തപുരത്തേക്ക് മടങ്ങും. നവംബർ 5 അടുത്ത യാത്ര. 7 വൈകുന്നേരം 5 കുവൈറ്റിലെ പരിപാടി. അവിടെ നിന്ന് അബുദാബിയിലേക്ക് പോയി 5 ദിവസം അവിടെ തുടരും. നവംബർ 8 വൈകുന്നേരം 5 അബുദാബിയിലെ പരിപാടി. നവംബർ 10 11 മടക്കം. മുഖ്യമന്ത്രിയുടെ മകന് വിവേക് കിരൺ ഈ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. നവംബർ 30 വീണ്ടും ദുബായിലെത്തുന്ന മുഖ്യമന്ത്രി ഡിസംബർ 1 മുതൽ ദുബായിൽ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. എന്തായാലും വിദേശയാത്രയ്ക്കൊരു തടയിടാനാണ് കേന്ദ്രം ശ്രമിച്ചിരുന്നത്. പക്ഷേ കേന്ദ്രം തന്നെ പിന്നീട് അനുമതി നൽകി. ഇനി ദുബായ് യാത്രയ്ക്ക് കൂടി ഒരു അനുമതി നൽകാനുണ്ട്. ആ നീക്കം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയാം.